സമയം കാണിച്ചിട്ട് ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാത്രി നമ്മുടെ അത്താഴപ്പണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പെട്ടെന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കിച്ചണിലേക്ക് കയറിയത് തന്നെ 11 മണിക്ക് ശേഷമാണ് കേട്ടോ. നമുക്കിന്ന് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ഞാൻ അരി ഇട്ടിട്ടുണ്ട്, ഒരു 3 നാഴിയോളം അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കൂട്ടാൻ വന്നിട്ട് ചെമ്മീൻ കൊണ്ടൊരു കറി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അരി കുറച്ച് കൂടുതൽ ഇട്ടത്. കാരണം എന്തായാലും കുറച്ച് കൂടുതൽ, മക്കൾ ഉൾപ്പെടെ ഞാനും കുറച്ച് കൂടുതൽ കഴിക്കും കേട്ടോ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ദേ അതിനും വേണ്ടിയിട്ട് ഞാൻ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നോക്കിയ സമയത്തുണ്ടല്ലോ എല്ലാ സാധനങ്ങളും കാലിയായിട്ടുണ്ട്, തക്കാളി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. അങ്ങനെ ദേ വെള്ളം ചൂടായപ്പോൾ അരിയിട്ടു കേട്ടോ. പിന്നെ ദേ മസാലപ്പൊടി നോക്കിയ സമയത്ത് അതുമില്ല. ഞാൻ ചില്ലി ചിക്കൻ പൊരിക്കുന്ന പൊടി ഉണ്ടാവില്ലേ, അതിട്ടിട്ട് ചെമ്മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കരുത്. നോക്കിയപ്പോൾ അതും കാലിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ മസാല പൗഡർ ഉണ്ടാക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലവർ, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ ഗാർലിക് പൗഡർ, ഇത്രയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ജീരകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രോസ്റ്റൊക്കെ പൊരിക്കുന്ന പോലെ ഏകദേശം ആ ഒരു, അത്രയ്ക്കും ഇല്ലെങ്കിലും ഏകദേശം ആ ഒരു ഇത് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ടിടുക. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഒരു അത്താഴ വീഡിയോയിൽ ചെമ്മീൻ ഇങ്ങനെ എന്താ പറയുക, മിക്സിയിലിട്ട് അടിച്ച് മസാലയൊക്കെ ഇട്ട് അടിച്ചിട്ട് വെക്കുന്നതിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ വായിൽ വെക്കാൻ കൊള്ളുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരിക്കലെങ്കിലും ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഭക്ഷണത്തിന് കുറ്റം പറയാം കേട്ടോ. കാരണം അത്രയും ടേസ്റ്റാണ് നമ്മൾ ചെമ്മീൻ അടിച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ ചെമ്മീനൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുക. നമുക്ക് ഇത് വെറുതെയും കഴിക്കാം, അതല്ലാതെ നമ്മൾ ഇതിന് ഗ്രേവി ഉണ്ടായിട്ടും കഴിക്കാം. അപ്പോൾ ഗ്രേവിയിൽക്കും കൂടെ കുറച്ചും കൂടെ ആ ഒരു എസൻസ് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ചെമ്മീനും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിലുണ്ടാവുന്ന ആ പൊടിയൊക്കെ ഇല്ലേ, മുട്ടൻ്റെ ആ ഒരു ഇതുകൊണ്ടോ മസാലയും മുട്ടയും മിക്സ് ചെയ്തിട്ട് വരുന്ന ആ പൊടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെയാണ് നമ്മൾ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അതേ പാത്രത്തിൽ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4 സവാളയോളം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് സവാള എടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളീൻ്റെ പൗഡർ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് പേരിന് മാത്രം എന്ന പോലെ എന്താ പറയുക, ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്പൂണോളം, ചെറിയ സ്പൂണാണ്, മുളക് പൊടി ഇട്ടു. പിന്നെ ഫ്രിഡ്ജിൽ പോയി നോക്കിയ സമയത്ത് തക്കാളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ പുതിനയും ചെറുനാരങ്ങയും കിട്ടി. അപ്പോൾ ഒരു പുളിപ്പ് ആ ഒരു ടേസ്റ്റ് വരാനും വേണ്ടിയിട്ട് പുതിനയും കുറച്ച് മാത്രം ചെറുനാരങ്ങയും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഗ്രേവി ടൈപ്പ് ആക്കാൻ തക്കാളി ഇല്ലാത്തതുകൊണ്ട് നോക്കിയ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ, നല്ല തിക്കുള്ള തേങ്ങാപ്പാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി, നല്ലൊരു ഗ്രേവി കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഫുൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചെമ്മീൻ്റെ കഷ്ണങ്ങളും പിന്നെ ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർ കുറച്ച് അഡീഷണലായിട്ട് ഫുഡ് കഴിക്കും. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ആണെങ്കിൽ കേട് വരുമോ എന്ന് പേടിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ടഫാണെങ്കിലും നമുക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും പിന്നെ അതുപോലെ നല്ല സംഭവമാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുത്ത് വെക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാനൊരു സാധനം കൂടെ പരിചയപ്പെടുത്തി തരാം.
നമ്മുടെ റനക്കുട്ടി വാങ്ങിച്ചൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റും ഉണ്ട്. നമ്മൾ നമ്മുടെ സ്കിന്നിലത്തെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ലേ, ഡേർട്ട്സൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. അത് അവളുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്നൊന്ന് യൂസ് ചെയ്ത് നോക്കുകയാണേ. ഇതാണ് അഗാറോൻ്റെ അൾട്രാസോണിക് ഫേഷ്യൽ സ്കിൻ സ്ക്രബ്ബർ ഫോർ വെറ്റ് സ്കിന്ന്. പിന്നെ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും ഫേസിലെ പോഴ്സ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 4 മോഡാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്പാച്ചുല വരുന്നുണ്ട്, ചാർജിങ് കേബിൾ വരുന്നുണ്ട്, 2 സിലിക്കോൺ കവറും കൂടെ വരുന്നുണ്ട്. ഇത് നമുക്ക് നല്ല ഹാൻഡിയാണ് കേട്ടോ. ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊന്നും വലിയ കഷ്ടമില്ല. പിന്നെ അതുപോലെ ഒരു ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ 100% സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ഈ ഒരു സ്പാച്ചുലയാണ് വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാനും ഷൈനി ആൻഡ് അലാസ്റ്റിക് ആക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ 4 അഡ്ജസ്റ്റബിൾ മോഡ് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ക്ലീനിങ്ങിലുള്ള മോഡാണ് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും, പിന്നെ നെക്സ്റ്റ് വരുന്നത് മൈനസ് ലോണും പ്ലസ് ലോണും കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ഞാനിത് ഫേസ് ഒന്ന് വെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലീനിങ് മോഡിലാണ് കേട്ടോ ഇട്ടുള്ളത്. എന്നിട്ട് ഈ സ്പാച്ചുലാൻ്റെ ഇത് വന്നിട്ട് ഇന്നർ ആക്കിയിട്ട് ഇതുപോലെ ആക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ 24,000 മിനിറ്റ് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനാണ് ഇതിൽ വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ അതിന് ശേഷം സ്കിന്നിൽ എന്താ പറയുക, ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ലിഫ്റ്റിംഗ് മോഡിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്പാച്ചുല വന്നിട്ട് ഔട്ടർ വേർഡിലേക്ക് വരുന്ന പോലെ ആക്കിയിട്ട് ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഒരു സോഫ്റ്റും സ്മൂത്തും ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്സ് ഇട്ട് കൊടുക്കാം, സിലിക്കോണിൻ്റെ. നല്ലൊരു വൈബ്രേഷനാണ് കിട്ടുന്നത്. നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ വരുന്നതുകൊണ്ട് ഫേസ് നന്നായിട്ട് ഒരു പ്രത്യേകത തോന്നും കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പ്ലസ് അയൺ മോഡാണ് കേട്ടോ. ഇതിലാക്കിയിട്ട് ഇതേ ഫേസ് ഇതുപോലെ നമ്മുടെ സ്പാച്ചുല ഇന്നർ സൈഡിലാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ഡേർട്സ് ഒക്കെ നന്നായിട്ട് പുള്ള് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂക്കിൻ്റെ മുകളിലൊക്കെ ഉള്ള എല്ലാ ഡേർട്സും ഡീപ്ലി പോയിട്ട് അത് പുള്ള് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് വന്നിട്ട് ഫേസ് നന്നായിട്ടൊന്ന് നറിഷ് ചെയ്യാൻ നമുക്ക് അയൺ മൈനസ് മോഡിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സ്പാച്ചുല ഔട്ടർ വേർഡ്സ് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ആക്കി എല്ലാം തന്നെ എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് വെള്ളത്തിലൊന്നും കഴുകരുത്. അതുപോലെ ഒരു കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി. പിന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. പൊതുവേ കാസ്റ്റ് അയൺ പാത്രങ്ങൾ നമ്മൾ സാധാരണ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റില്ല. അതങ്ങനെ തുരുമ്പിടിച്ചു പോവും. നമുക്ക് നോൺ സ്റ്റിക്കിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പാത്രമാണ്. കുറച്ച് വില കൂടുതലാണെന്നുണ്ടെങ്കിലും ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ കാലാകാലത്തിന് അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായി ആ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഓയിൽ നന്നായിട്ടൊന്ന് തേച്ചിട്ട് വെക്കണം. എവറി ടൈമും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ യൂസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പോലെ ഒട്ടിപ്പിടിക്കാതെ, പിന്നെ അതുപോലെ ഹെൽത്തിയാണ് ഇതിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ. മുമ്പ് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് വേണം വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് തുരുമ്പിച്ച് നാശമായി പോവും. പിന്നെ നിങ്ങളുടെ പാത്രം ഇതുപോലെ കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് പറയാം കേട്ടോ. എന്തെങ്കിലും ഐഡിയാസ് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അത് വായിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ. പിന്നെ ഇത് അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റനക്കുട്ടിക്ക് അതൊന്ന് കുറച്ച് കഞ്ഞിക്ക് വേണമെന്നുണ്ട്. കഞ്ഞി അവൾ എടുത്തിട്ടുണ്ട് രാത്രിക്ക് കഴിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഇതേ ചോറ് വാറ്റിക്കഴിഞ്ഞു. അപ്പോഴാണ് റനക്കുട്ടി ഓടിപ്പോയിട്ട് ഫോൺ എടുത്ത്, ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയി ഫോൺ എടുത്ത്. എന്തിനാണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ടൈം കാണിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും കഴിയുമ്പോഴേക്കും ഇത് ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പോയി കിടക്കാൻ പോകുന്നത്. പക്ഷേ ആക്ച്വലി അന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ ഇസ്ലാമിക് സ്റ്റോറീസ് ഉണ്ടാവില്ലേ, ഓരോ കഥകൾ, ചരിത്രങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇടുന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 4 മണി ആയപ്പോൾ പറഞ്ഞ് ഞാൻ മക്കളെ വാ നമുക്ക് ഇനിയിപ്പോൾ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതാണ് കേട്ടോ. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഇൻവോൾവായി. ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും ഹയാൻകുട്ടൻ അടിച്ചു വാരി, ഞാനും റനക്കുട്ടിയും കിച്ചണിൽ നിൽക്കുന്ന സമയത്ത്. പിന്നെ റനക്കുട്ടി ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് തന്നത് റനക്കുട്ടിയാണ്. പിന്നെ ഷൂട്ട് ചെയ്യുന്നതും റനക്കുട്ടിയാണ്. പിന്നെ വെസൽസൊക്കെ ക്ലീൻ ചെയ്തത് അത് ഞാൻ പറയൂല, വേറെ ഒന്നും കൊണ്ടല്ല പറയാത്തത്. ചിലർക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. എല്ലാവരും ഒന്നിച്ച്, അതായത് നമ്മൾ മാത്രം കിച്ചണിൽ പെട്ടു പോകുന്ന ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടുപ്പും അല്ലെങ്കിൽ വിഷമവും സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ എത്ര തന്നെ ഇതാണെങ്കിലും. പക്ഷെ എല്ലാവരും കൂടെ ഇൻവോൾവ് ആകുമ്പോൾ അതൊരു അൽഹംദുലില്ലാ അതൊരു സന്തോഷം തന്നെയാണ്.
അപ്പോൾ അങ്ങനെ ഇപ്പോൾ ക്ലീനിങ്ങിന്, അതായത് ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആളില്ല, അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഈ ടൈമിങ്ങും കാര്യങ്ങളും ഉറക്കവും ഒക്കെ മൊത്തത്തിൽ ആകെ അവതാളത്തിലാവും. പിന്നെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ അധികം കാണാത്തത്. പിന്നെ അത്താഴത്തിന് നമുക്ക് ഇപ്പോൾ പാൽ കൊടുക്കുന്നവർക്കൊക്കെ ദാഹിക്കാതിരിക്കാൻ, മീൻസ് ദാഹിക്കണം, നമ്മൾ അതൊക്കെ അറിയണം. എങ്കിൽ പോലും അതിൻ്റെ ഒരു ഇത് കുറവാക്കാനും വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും കൂടെ ഞാനിതിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഗുണമുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സായിട്ട് ഇന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നു, അമ്മേൻ്റെ വീട്ടിൽ നിന്ന് തന്നാണ്. അവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നോമ്പറക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ വെക്കുന്നുണ്ട്. നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് നമ്മൾ കഴിക്കുക അത്താഴത്തിന്. കാരണം ഫീഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരു 2 മണി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ആ ടിപ്പ്. വെള്ളത്തിലേക്ക് ചിയാ സീഡോ അല്ലെങ്കിൽ കസ്കസോ ഇതുപോലെയുള്ള സംഭവങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ട്, പ്ലെയിൻ വെള്ളത്തിലേക്ക്, അത് മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട, ഇതുപോലെ ഇട്ടിട്ട് ആ വെള്ളം അത്താഴത്തിന് നന്നായിട്ട് കുടിക്കുക. കാരണം ഈ ചിയാസീഡ് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വെക്കും. ആ സംഭവം ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്നില്ലേ, അപ്പോൾ അത് നമ്മൾ കുടിച്ച് നമ്മുടെ വയറിലൊക്കെ കിടക്കുമ്പോൾ കുറേ നേരം ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും ദാഹം കുറവായിരിക്കും, മീൻസ് ആ ഒരു ക്ഷീണം കുറവായിരിക്കും, ഡീഹൈഡ്രേഷൻ കുറവാകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അതുപോലെ അത്താഴത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു 5 ബദാമും ഒരു 2-3 ഈത്തപ്പഴം കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നന്നായിട്ടൊരു ഈവനിങ് വരെ നമുക്കൊരു സ്ട്രെങ്ത്ത് തരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയും. പിന്നെ അതുപോലെ ഇപ്പോൾ ഡയറ്റൊക്കെ ഇരുന്ന് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ റൈസൊക്കെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസും ഇതുപോലെ ഈത്തപ്പഴവും ഡേറ്റ്സും കഴിച്ചാൽ മതി, നന്നായിട്ടൊരു മാറ്റം വരും കേട്ടോ. പിന്നെ ഇതേ നോക്കിയ സമയത്ത് ഇന്ന് ഫുഡ് ഹയൻകുട്ടൻ 2-3 പ്രാവശ്യം കഴിച്ചിട്ട് ഫുഡ് കഴിയാറായപ്പോൾ പിന്നെ ബാക്കിക്കാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗ്രേവീൻ്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ. പിന്നെ അവന് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരാം, ഗ്രേവി അടിയിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് മാതിരി കഴിച്ചു വന്നിട്ട് അതും കൂടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ അത്താഴം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. എനിക്ക് പിറ്റേ ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിന് പോയി, നമ്മൾ എന്താ പറയുക, പർദ്ദെടുക്കാനും വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടുന്ന് ഷൂട്ട് ചെയ്തു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാം സിലു ടോക്സ് അല്ലെങ്കിൽ സൽഹാ ബീഗം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്കുള്ള അക്കൗണ്ട് വരും. അതാണ് കേട്ടോ നമ്മുടെ അക്കൗണ്ട്. ഇതുപോലെയുള്ള ഷോപ്പ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അതിലിടുന്നുണ്ട്. നല്ല നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും അത് കാണുന്ന താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു ഷോപ്പിൽ അവർ റൈഫ പർദ്ദയാണ്, എത്ര പൈസ കുറവുള്ളവർക്കും അവർ കുറവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്